പനിയായിരുന്നു റസൂലിന്, വിട്ടുമാറാത്ത പനി. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കാൻ. പനിയൊന്ന് വിട്ടുപോകാൻ മഹദി തന്നാലാവുന്നത് ചെയ്യുന്നുണ്ട്, പക്ഷേ പനി ഒട്ടും കുറയുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയെ, പുറത്ത് അസ്രായേൽ നിൽക്കുന്നുണ്ട്, അങ്ങേക്ക് സമ്മതാണെങ്കിൽ അങ്ങയുടെ റൂഹിനെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. നബി തങ്ങളുടെ സമ്മതം മൂളി. അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ റൂഹിനെ പിടിക്കാൻ തുടങ്ങി. തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ പറഞ്ഞു. മറുപടി ഇതായിരുന്നു, നബിയെ, വെണ്ണയിൽ നിന്നും നൂല് വലിക്കുന്നത് പോലെയാണ് അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകും? അങ്ങനെ മദീനയിൽ ആ വാർത്ത പരന്നു, നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. എവിടെയും സങ്കടങ്ങൾ അലത്തല്ലേ, ആർക്കും വിശ്വസിക്കാനായില്ല. ആരാണ് എന്റെ നബി വഫാത്തായി എന്ന് പറയുന്നത്? അവരുടെ തല ഞാൻ വെട്ടുമെന്ന് ഊരി പിടിച്ച വാളുമായി ഉമർത്തങ്ങള് ലക്ഷ്യമില്ലാതെ പറഞ്ഞു നടന്നു. നബിയില്ലാത്ത മദീന എനിക്ക് കാണണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ എന്ന് ഒരു സ്വഹാബി. ജീവനായിരുന്നു നബി, പക്ഷേ നബി തങ്ങൾ വഫാത്തായിട്ടില്ല. നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട്, ഒരുപാട് നന്മകളായി, സ്നേഹങ്ങളായി, പ്രണയമായി. ചാരത്തേക്കൊന്ന് വിളിക്കണേ റസൂലേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങടെ പൂങ്കുടിലാണേ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نبي